മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിശാചിനെ ജയിക്കാനായിട്ടുള്ള ആയുധവർഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. 6ാമത്തെ ആയുധം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, അതുപോലെ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. ഇത് രണ്ടുമാണ്. രക്ഷ എന്ന ശിരസ്ത്രവും അതുപോലെ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കാൻ തക്ക വിശ്വാസം. ഇതിനെ രണ്ടുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ദ സോഡ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ വാളിനെക്കുറിച്ച്, ദൈവവചനം എന്ന വാളിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവവചനത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വേർഡ് ഓഫ് ഗോഡ് പിശാച് പരീക്ഷിക്കാൻ ഉപയോഗിച്ച് അതെല്ലാം ദൈവവചനമാണ് ഉപയോഗിച്ചത്. 3 പ്രാവശ്യവും ദൈവവചനം കോട്ട് ചെയ്താണ് യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചപ്പോൾ അതിൽ നിന്ന് യേശു ജയം നേടിയത്. അതുപോലെ ദൈവവചനം ആണ്, സത്യവചനമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് 2 തിമോത്തിയോസ് 2:15 സത്യവചനത്തെക്കുറിച്ച് പറയുന്നു. ഈ സത്യവചനം നമുക്ക് ഒരുപാട് ആവശ്യമാണ്. ഞാൻ പാപം ചെയ്യാതിരിപ്പാൻ എൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു. അതുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ദൈവത്തിൻ്റെ വചനം ഏറ്റവും ആവശ്യമാണ്. 2 തിമോത്തിയോസ് 3:16-17 വാക്യങ്ങൾ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സൽപ്രവർത്തിക്കും തികഞ്ഞ് വക പ്രാപിച്ച് ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനം പ്രയോജനമുള്ളതാകുന്നുവെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ വചനം ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഇൻസ്ട്രക്ഷൻ, കൺവിക്ഷൻ ഓഫ് സിൻ ആൻഡ് കറക്ഷൻ. ഈ 3 കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണം. അതിനെക്കുറിച്ചും ഒരു എപ്പിസോഡ്, 3 എപ്പിസോഡോളം ദൈവവചനം പഠിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചും ക്വയറ്റ് ടൈമിനെ കുറിച്ചും ഒക്കെ നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോഴേ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നു, നമ്മളെ പാപങ്ങളെക്കുറിച്ച് ബോധ്യം തരുന്നു, നമ്മളെ കറക്റ്റ് ചെയ്യുന്നു, നീതിയിലെ അഭ്യസിപ്പിക്കുന്നു. ഈ 4 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ കറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ എററിൽ നിന്ന്, നമ്മളെ തെറ്റിൽ നിന്നും, അതുപോലെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് റിസ്റ്റോർ ചെയ്ത് അനുസരണത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. അതുപോലെ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ആ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിയിലും ആ മോറൽ കറേജിലും ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് നമ്മളെ പബ്ലിക് ലൈഫ് മാത്രമല്ല, പബ്ലിക് ലൈഫിലും പ്രൈവറ്റ് ലൈഫിലും ദൈവത്തെ ഹോണർ ചെയ്തുകൊണ്ട് പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിയിലും മോറൽ കറേജിലും ആ ദൈവത്തിൻ്റെ ഹിതത്തിന് കൺഫേം ചെയ്ത് ജീവിക്കുന്ന ജീവിതത്തിന് വേണ്ടിയാണ് എല്ലാ തിരുവെഴുത്തും നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ വേറൊരു ബൈബിൾ ട്രാൻസ്ലേഷൻ, ആംപ്ലിഫൈഡ് ബൈബിൾ ട്രാൻസ്ലേഷൻ എന്നുള്ള മീനിങ്ങിലാണ് ഞാനിത് സംസാരിച്ചത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികത വലിയ പ്രാധാന്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുകയും അത് ഹൃദ്യസ്ഥമാക്കുകയും ചെയ്യണം. എബ്രായർ 4:12-13 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പറയുന്നവനെയും വെട്ടും, കേൾക്കുന്നവനെയും വെട്ടും, രണ്ടും വെട്ടും. അത് മൂർച്ചയേറിയതാണ്. ഈ വാള് കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ മൂർച്ച കൂടുന്നത്. അതുകൊണ്ട് ഒരു യോദ്ധാവിൻ്റെ കയ്യിൽ വാള് കിട്ടിയാൽ ദാറ്റ് ഈസ് ലിവിങ് ആൻഡ് പവർഫുൾ. അത് ജീവനുള്ളതാണ്, അത് ശക്തിയുള്ളതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലും, വേർവിടിക്കും വരെ തുളച്ചു ചെല്ലും. അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം. അതെങ്ങനെയാണ്? അതിനകത്ത് പരിശുദ്ധാത്മാവ് ബ്രൂഡ് ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അതിനകത്ത് അടയിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇതനുസരിച്ച് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞാണ്, യോഹന്നാൻ 15:3 ഞാൻ സംസാരിച്ച വചനം നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തോ. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് തീരാത്തതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് തന്നെ നമ്മുടെ അണ്ണാക്കിനത്ര മധുരമാണ്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് പുതിയൊരു ജീവൻ തരുന്ന ഒന്നാണ്. ഒരു സീഡാണ്, ഒരു വിത്താണ്. 1 പത്രോസ് 1:23 പറയുന്നത് അതൊരു ഇൻകറപ്റ്റബിൾ സീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കറപ്ഷനുമില്ലാത്ത ഒരു വിത്തായിട്ട് പറയുന്നു. നമ്മുടെ ആത്മാക്കളെയും നമ്മുടെ ഹൃദയത്തെയും കഴുകുന്ന
വെള്ളമായിട്ട് ദൈവവചനത്തെ പറയുന്നു. എഫേസ്യർ 5:25-26 വാക്യം നിങ്ങൾ നോട്ട് ചെയ്ത് വായിക്കുക. നേരത്തെ പറഞ്ഞ 1 പത്രോസ് 1:23, എഫേസ്യർ 5:25-26 വരെയുള്ള വാക്യം. ക്ലീനിങ് വാട്ടർ വാഷസ് ആൻഡ് സാങ്ക്ടിഫൈസ് അവർ സോൾ. നമ്മുടെ മനസ്സുകളെ കഴുകുന്ന ദൈവത്തിൻ്റെ വചനം, നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, മുമ്പോട്ടുള്ള പാതയിൽ വെളിച്ചം തരുന്ന ദൈവത്തിൻ്റെ വചനം. സങ്കീർത്തനം 119:105 വാക്യം. മുമ്പോട്ടുള്ള പാതയിൽ വെളിച്ചമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. നേരത്തെ പറഞ്ഞാണ് യോഹന്നാൻ 17:17. അത് സത്യവചനമാണ്, അത് സാങ്ക്ടിഫൈ ചെയ്ത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഹോശേയ 4:6 പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, അത് നമ്മളെല്ലാം പഠിക്കേണ്ട ഒരു വാക്യമാണ്. പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാൻ നിൻ്റെ മക്കളെ മറക്കും. നമ്മൾ നശിച്ചു പോകുന്നത് പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ തലമുറകളെ ദൈവം മറന്നു കളയുന്നത്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ലൂക്കോസ് 11:28 പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ അവൻ്റെ വചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ് ഈ ലൂക്കോസ് 11:28. ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കണം അത്രേ ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ വചനം കേട്ട് നമ്മൾ പ്രമാണിക്കണം, അനുസരിക്കണം. അപ്പോൾ ദൈവവചനം എന്ന വാള് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. ഈ ദൈവവചനം എന്ന വാള് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിശാച് എന്ത് പരീക്ഷകൾ കൊണ്ടുവന്നാലും ദൈവവചനം എടുത്ത് നമുക്ക് വെട്ടാനായിട്ട് പറ്റും. 7ാമത്തെ കാര്യം, 7ാമത്തെ ആർമർ എന്ന് പറയുന്നത്, സർവായുധ വർഗത്തിനകത്ത് 7ാമത്തെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ഇതിന് മുമ്പ് ഏതൊക്കെ രീതിയിലാണ് പിശാച് പ്രാർത്ഥന തെറ്റിച്ചുകൊണ്ട് പോകുന്നതെന്ന് ഒരു 4 എപ്പിസോഡിലോളം ഞാൻ പറഞ്ഞു. പ്രാർത്ഥനാ ജീവിതം ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രാർത്ഥനയിൽ പോരാടാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാ സമയത്തും പ്രാർത്ഥിക്കണം, നിങ്ങൾ വിശുദ്ധന്മാരോട് ചേർന്ന് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ എന്നാണ് 18-20 വരെയുള്ള വാക്യങ്ങൾ, എഫേസ്യർ 6:18-20 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞാണ് നേരത്തെ ആ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞാണ് ലൂക്കോസ് 18-ാം അധ്യായത്തിലെ പെർസിസ്റ്റൻസ് ഇൻ പ്രയർ, പ്രാർത്ഥനയിൽ മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഉപമ പറഞ്ഞത്. അനീതിയുള്ള ന്യായാധിപനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഒരു ഉപമയായിട്ട് പറഞ്ഞതാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ, ഒരുപാട് റെഫറൻസസ് ഉണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ. ഒരു പ്രാർത്ഥനയും ദൈവം ഉത്തരം തരാതിരിക്കുകയില്ല. പ്രാർത്ഥിക്കുക. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നത്. കൂടുതൽ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മളെ നിറയും. പിശാചിൻ്റെ ശക്തിയെല്ലാം കെട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ദൈവം തന്നെ കൽപ്പിക്കുന്നുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച്. എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് നിങ്ങൾ സ്വസ്ഥത കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം യെശയ്യാപ്രവചനം 62:6-7 വാക്യങ്ങൾ, അത് കാവൽക്കാരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലും എന്ത് പ്രസക്തമുള്ളതാണ്. യെരൂശലേമേ, ഞാൻ നിൻ്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുവോളം നിങ്ങൾ യാചിച്ചുകൊണ്ടേയിരിക്കണം. യഹോവയെ ഓർപ്പിക്കുന്നവരെ, ഈ ദാറ്റ് മേക്ക് മെൻഷൻ ഓഫ് ദ ലോർഡ് കീപ് നോട്ട് സൈലൻസ്, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അത് മാത്രമല്ല 7ാം വാക്യത്തിൽ അവൻ യെരൂശലേമിൻ്റെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കരുത്. ഗീവ് ഹിം നോ റെസ്റ്റ് ടിൽ ഹി എസ്റ്റാബ്ലിഷ് ആൻഡ് ഹി മേക്ക് ജെറുസലേം എ പ്രൈസ് ഓഫ് എർത്ത്. ഭൂമിയിൽ അത് പ്രശംസാ വിഷയമാക്കുന്നത് വരെയും അവന് സ്വസ്ഥത കൊടുക്കരുത്. പ്രാർത്ഥനയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിലും ഒരുപാട് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ ഇതെല്ലാം റെഫർ ചെയ്തായതുകൊണ്ട് ഞാൻ വീണ്ടും അത് എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ
ഒരു കാര്യം എപ്പോഴും ഓർക്കുക, പ്രാർത്ഥന ഏറ്റവും ആവശ്യമാണ്. കാരണം നമ്മളെക്കൊണ്ട് പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോഴെന്താ അതിൽ നിന്ന് കൊടുക്കുന്ന സിഗ്നിഫിക്കൻസ്? നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല, കർത്താവ് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദൈവം ഇറക്കും. ദൈവം ഒന്നുമില്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനെ ഇറക്കി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നിങ്ങളെ സംരക്ഷിക്കും. 8ാമത്തെ ഒരു പോയിൻ്റ് വായിക്കുന്നത് ഇതിൽ നിന്നുള്ളൊരു ഭാഗമല്ല. യെശയ്യാവ് 59:17 ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ നീതി ഒരു കവചം പോലെ ധരിച്ച് രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ എടുത്ത് തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. 8ാമത്തെ ഒരു ആയുധം എന്ന് പറയുന്നത് ക്ലോക്ക് ഓഫ് സീൽ, തീഷ്ണത എന്ന മേലങ്കി. ഇത് തീഷ്ണതയെക്കുറിച്ച് പറയുന്ന സീൽ ഈസ് ഗ്രേറ്റ് എന്തൂസിയാസം ആൻഡ് ഡിറ്റർമിനേഷൻ ടു അക്കംപ്ലിഷ് സംതിങ്. ചില കാര്യങ്ങളെ കൊള്ള ഇറ്റ് ഈസ് എ പാഷൻ ദാറ്റ് ഡ്രൈവ്സ് ഇൻ ടു ആക്ഷൻ. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയൊരു വാഞ്ചയാണ് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. നമുക്കറിയാം, മുഖത്തുള്ള ഭാവവ്യത്യാസം കണ്ടാൽ, അല്ലെങ്കിൽ മുഖത്തുള്ള കളറിൻ്റെ മാറ്റം കാണുമ്പോൾ നമുക്കറിയാം ആ ആളിൻ്റെ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് ഫാമിലി റിലേഷനകത്തൊക്കെ നമുക്ക് ഇത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഭാര്യയ്ക്കൊരു അപകടം വരുമ്പോൾ ഭർത്താവിൻ്റെ മുഖത്തിൻ്റെ ഉള്ള ഒരു വ്യത്യാസം, ഭാവവ്യത്യാസം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള എന്തൂസിയാസം, തീഷ്ണത ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 25:11 വാക്യത്തിൽ, ഞാൻ എൻ്റെ തീഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സമ്മതിക്കാതിരിക്കേണ്ടതിന് അഹ്റോൻ്റെ പുരോഹിതൻ്റെ മകനായ എലയാസറിൻ്റെ മകൻ ഫീനെഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായി എൻ്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുപോക്കുമാറാക്കിയിരിക്കുന്നു. ബാൽ പെയോരിനെ ആരാധിക്കുന്ന ഇസ്രായേലിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള സിമ്രിയെയും മിഥ്യാന്യ സ്ത്രീയായ കൊസ്ബിയെയും കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടിയുള്ള തീഷ്ണത അതിനുശേഷം ദൈവം കൊടുത്ത പ്രോമിസാണ്. അവരെ രണ്ടുപേരെയും കൊല്ലുകയാണ്. ആ രണ്ടുപേരെയും ശരിക്കും ബാൽപേയറിനോട് ചേർന്ന് വിഗ്രഹത്തെ ആരാധിക്കുന്നത് കണ്ടപ്പോഴേ അവൻ കുന്തമെടുത്ത് കുത്തി കൊല്ലുകയാണ്. അവരെ രണ്ടുപേരെയും കൊന്നു. മിഥ്യാന്യ സ്ത്രീയെയും ഇസ്രായേലിൻ്റെ റെപ്രസെൻറ്റേറ്റീവായ സിമ്രിയെയും അവൻ കുത്തി കൊല്ലുന്നു. അന്നേരം അത് ദൈവത്തിന് വേണ്ടി അവൻ ചെയ്തപ്പോഴേ ദൈവത്തിൻ്റെ ക്രോധം ശമിച്ചു എന്നവിടെ പറയുന്നു. 24,000 പേര് നേരത്തെ മരിച്ചു കഴിഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ ക്രോധം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫിനെഹാസ് ദൈവത്തിന് വേണ്ടി തീഷ്ണത കാണിക്കുന്നത്. അതായത് അതിനു ശേഷം എന്താണ് അവിടെ സംഭവിക്കുന്നത്? 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവന് തൻ്റെ ദൈവത്തിന് തീഷ്ണതയുള്ളതായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചതുകൊണ്ട് അത് അവനും അവൻ്റെ സന്തതിക്ക് നിത്യ പൗരോഹിത്യത്തിൻ്റെ നിയമമാകുന്നു എന്ന് നീ പറയണം. നിത്യ പൗരോഹിത്യത്തിൻ്റെ നിയമമാക്കി അത് മാറ്റിയതായിട്ട് കാണുന്നു. ദൈവം തൻ്റെ പദ്ധതികൾ നടത്തുവാൻ തീഷ്ണത കാണിക്കുന്നു. അന്നേരം നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തീഷ്ണത കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതൊരു ആയുധമാണ്. ദൈവത്തിൻ്റെ പദ്ധതി നടത്താനായിട്ട് ദൈവത്തെ സഹായിക്കുന്നു. പക്ഷേ ദൈവം തന്നെ എല്ലാ പദ്ധതികളും ഈ ലോകത്തിൽ നടത്തുന്നത് മനുഷ്യനെ കൊണ്ടാണ് നടത്തുന്നത്. മനുഷ്യനാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ ലോകത്തിൽ നടത്തുന്നത്. അന്നേരം നമ്മൾ അങ്ങോട്ട് നടത്താൻ പോകുമ്പോൾ സാത്താൻ വന്നിട്ട് അത് പലപ്പോഴും അത് തടയും. എന്നാൽ ഹൃദയത്തിൻ്റെ ആഗ്രഹവും താല്പര്യവും സാത്താനെ തകർക്കും എന്ന് നമ്മൾ മറന്നുപോയത്. അതുകൊണ്ട് ഇവിടെ ഈ ഫിനെഹാസ് ചെയ്തത് ദൈവത്തിന് ഇഷ്ടമായി എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴേ ദൈവത്തിനത് വലിയ ഇഷ്ടമാണ്. പിശാചിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരും, അല്ലെങ്കിൽ അത് തകർത്ത് കളയും എന്ന് കാണുന്നു. ഞാൻ തുടർന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ 3 കാര്യങ്ങൾ: ദ സോഡ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ വാള്, അതുപോലെ തന്നെ പ്രാർത്ഥന, പ്രയർ, 3 തീഷ്ണത എന്ന മേലങ്കി. തീഷ്ണതയെക്കുറിച്ച് ഇനിയും കുറച്ചും കൂടെ പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് തുടർന്ന് നാളെ അത് ചിന്തിക്കാം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് അനുഗ്രഹപ്രദമായി എന്ന് ചിന്തിക്കുന്നു. എല്ലാ ദിവസവും നിങ്ങൾക്ക് വരുന്നതാണല്ലോ, നിങ്ങൾ കേൾക്കണം. ഏതെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് ഇതിൽ നിന്ന് വാച്ച് ചെയ്യണം. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് കാണുമ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയിൽ നിറയുവാനായിട്ട്, പിശാചിൻ്റെ ശക്തികളെ കർത്താവെ ഖണ്ഡിച്ച് ഞങ്ങളെ മുന്നേറുവാനായിട്ട്
ദൈവിക പരിജ്ഞാനത്തിൽ നിറഞ്ഞ് ഈ ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരായിരിക്കാനായിട്ട് നീ ഞങ്ങളെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലി നഷ്ടപ്പെട്ട് പ്രയാസത്തിലിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസത്തിൽ അവരെ ജോലി കണ്ടുപിടിപ്പാനായിട്ട് ദൈവമേ നീ ഇടവരുത്തണമേ, സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ കർത്താവെ അറിയാത്ത വഴികളിൽ നിന്ന് അവർക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്തൊക്കെ കർത്താവെ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടാതെ ഇരിക്കുന്ന ചില വ്യക്തികളെ ദൈവം സന്ദർശിക്കുന്നു. ഈ ദിവസങ്ങൾ എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എത്രയും പെട്ടെന്ന് ആ പ്രോസസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ വിട്ടുപോയി അത് നിങ്ങൾക്ക് കടന്നു വരുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ദൈവമേ, ആ അനുഗ്രഹം, ആ നന്മകൾ അവിടെ മേലെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണം. വീട്ടിലെ വരുമാന മാർഗ്ഗങ്ങളെ കുറഞ്ഞു പോയിരിക്കുന്നവർക്ക് കർത്താവേ അതിനുള്ള വഴികളെ നീ ഒരുക്കണമേ. ആ ജോലിയൊക്കെ നീ ഒരുക്കി കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഗർഭസ്ഥ ശിശുവിനുള്ള ചില വൈകല്യങ്ങൾ കണ്ടിട്ട് പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന ചില വ്യക്തികൾ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ, നീ ഒരു ക്രിയേറ്റീവ് മിറക്കിൾ അവിടെ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ എന്തൊക്കെയാണ് ഇല്ലാതെ ഇരിക്കുന്നത് അതൊക്കെ വന്നു ചേരട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. അവയവങ്ങളുടെ ഷോർട്ട് ഫാൾ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്തിൻ്റെ കുറവാണോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. ദൈവമേ, നിൻ്റെ കരം അവിടെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു കുഞ്ഞിനെ പോലും അല്ലെങ്കിൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലും കർത്താവെ അബോർട്ട് ചെയ്ത് കൊന്നുകളവാനായിട്ട് ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഏത് പ്രയാസമാണെങ്കിലും അതിൽ നിന്നെല്ലാം നീ വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു വിടുതൽ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വന്നു ചേരും. കർത്താവെ, അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ. നീയാണ് ഞങ്ങളുടെ സങ്കേതവും ബലവും. നിൻ്റെ മറവിടത്തിലേക്ക് അവരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്ത് ഓർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9:30 ഇത് നിങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേരുമല്ലോ. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ ആ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.